ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഓണമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഒരു വ്ളോഗ് എടുക്കാം. ലൈക്ക് ഞങ്ങളുടെ കുഞ്ഞു ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. സോ ഞങ്ങൾ പൂക്കളൊക്കെ ഇന്നലെ തന്നെ ഞാൻ ഇട്ട് വെച്ചു. കാരണം ഇന്നിടാൻ മടിയെന്ന് പറയും, കാലത്ത് നിൽക്കാൻ തന്നെ ലേറ്റ് ആവും. സോ ഇന്നലെ തന്നെ പൂക്കളൊക്കെ ഇട്ട് വെച്ചു. ഞാൻ പൂക്കളം കാണിച്ചു തരാം. ആൻഡ് ദിസ് ഇസ് അവർ പൂക്കളം. കുഞ്ഞു പൂക്കളാണ്. ആൻഡ് ഓണമായോണ്ട് ആൻസി വീട്ടിൽ വന്ന ആൻസി സേ ഹായ്. ഹായ്. ഇനി അടുക്കളയിലേക്ക് പോവാം. അടുക്കളയിൽ അമ്മ ഇസ് ബിസി വിത്ത് കുക്കിംഗ്. എന്താണ് അമ്മ ഉണ്ടാക്കുന്നത്? ഓക്കേ. എന്തൊക്കെ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? സാമ്പാർ, അവിയല്, പയറുപ്പേരി, കേബേജ്, കാളൻ, ഇഞ്ചമ്പുളി, അച്ചാറ്. പായസം സ്പെഷ്യൽ അവിയലുണ്ട്, മത്തങ്ങയും പയറും ഉണ്ട്, പിന്നെ ക്യാബേജ് തോരനുണ്ട്, സാമ്പാർ, പിന്നെ ഇതെന്താ പയറുപ്പേരി ആൻഡ് ഇഞ്ചമ്പുളി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പായസവും ഉണ്ട്. ഓണസദ്യ ഉണ്ടാക്കിയതിനെ പറ്റി ഒരു 2 വാക്ക് പറയൂ. ഓണസദ്യ ആസ് യൂഷ്വൽ കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നത് സാമ്പാർ, അവിയല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഓക്കെ. പിന്നെ ഇപ്പൊ എല്ലാവരും ബിസി ലൈഫ് ആയതുകൊണ്ട് ഓണസദ്യക്ക് അത്ര പ്രിഫറൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നി. ഞാൻ എന്റെ അമ്മേനെ ഹെൽപ്പ് ചെയ്തോ ഓണസദ്യക്ക്? പിന്നെന്താ, കഷ്ണങ്ങൾ അരിയാനും ഒക്കെ കഷ്ണങ്ങൾ അരിയാനും കൂടുതൽ. പിന്നെ പൂക്കളം സെറ്റ് ചെയ്ത് പൂക്കളം ഫുൾ ഞാനായിട്ടത്. ഞാൻ അരിഞ്ഞു. ഓക്കെ. എന്റെ അമ്മ എരിഞ്ഞു തന്നു. ഞാനാണ് ഫുൾ പൂക്കളം കഷ്ടപ്പെട്ടിരുന്നിട്ടത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആൻസിക്ക് ഓണത്തെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല ഫുഡ് കഴിക്കാ, ഉറങ്ങാ, പിന്നെ എന്നിട്ടാ നല്ല ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാതെ. ഫോട്ടോ ആണ് നമ്മുടെ മെയിൻ. ഇപ്പൊ ഓൾറെഡി നമ്മളൊരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടാണ് വന്നത്. സൂപ്പറായിരുന്നു. ഞങ്ങൾ പിന്നെ അപ്ലോഡ് ചെയ്യും. അയ്യാ, അപ്പൊ എന്താ പറയാ, ഓണത്തിന് മുമ്പ് ഫോട്ടോ എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഓണത്തെ പറ്റി എന്താണ് അഭിപ്രായം? അൾട്ടിമേറ്റ് പുച്ചാലോ കർത്താവ്. വേറൊരു അമ്മാമ്മയുണ്ട്. അമ്മാമ്മക്ക് ഓണത്തെ പറ്റി എന്താണ് അഭിപ്രായം? മറ്റേ അമ്മാമ്മ എന്നെ പുച്ഛിച്ച് തള്ളി. സെക്കൻഡ് പുച്ഛത്തോടു കൂടെ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ബാക്കി സദ്യ അങ്ങനത്തെ പരിപാടികളിലേക്ക് ഇനിയാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സാരി ഒക്കെ കൊടുക്കണം. സാരി കൊടുത്തിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കണ മുന്നേ ഒന്നും സെറ്റ് ആക്കണില്ല. കാരണം ആകലമ്പോ നിലത്തൊന്നും ഇരിക്കാൻ പറ്റില്ല സാരി എടുത്തിട്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സാരി എടുത്തിട്ട് ഫോട്ടോഷൂട്ട് എടുക്കും. ആദ്യം പൂക്കളം മറ്റേ മുറ്റത്തിടാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. സോ മഴയുടെ കാര്യത്തിലൊരു തീരുമാനമല്ലാത്ത കാരണം പൂക്കളം ഉള്ളിലിടേണ്ട വന്നു. അതും ഇന്നിടാനുള്ള മടിക്ക് ഞാൻ ഇന്നലെ തന്നെ അത് ഇട്ടും വെച്ചു. ഇപ്പോഴാണെങ്കിൽ മുടിഞ്ഞ വെയിൽ. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞാൽ മഴ പെയ്യും. സോ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലൈമറ്റ് എന്താന്ന് പറയാൻ പറ്റില്ല ഗൈസ്. സോ ഒബ്വിയസ്ലി അപ്പോൾ ഉള്ളിലാണ് പൂക്കളിട്ടത് ഇപ്രാവശ്യം. അങ്ങനെ ഇതാണ് നമ്മുടെ സദ്യ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫുഡ് കഴിച്ച് പായസം കൂടെ കുടിച്ചാൽ മതി. അതുകൊണ്ട് സമാധാനം. ഡേകളൊക്കെ കഴിഞ്ഞു, ഫുള്ളായി. ഇനി സാരി എടുക്കണം. സാരി എടുത്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതോടുകൂടെ ഓണം എഴുതി തീർന്നു. അപ്പോൾ സാരി എടുക്കാം. ഇതാണ് എൻ്റെ ഓണം ഔട്ട്ഫിറ്റ്. ഞങ്ങൾ ഔട്ട്ഫിറ്റൊക്കെ സെറ്റായി. മുല്ലപ്പൂക്കെ വെച്ചിട്ടുണ്ട്. സോ അപ്പം നമ്മുടെ ഇന്നത്തെ ഓണം സെലിബ്രേഷൻ എന്ന് പറയാനൊന്നുമില്ല, എന്നാലും ഓണം പരിപാടീസ് കഴിഞ്ഞു. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഈവനിങ് ആയി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും.
സോ ഫാമിലി ആയിട്ടും എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഓണം അങ്ങനെ കഴിയുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.